ഹലോ, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. നമുക്കിന്ന് പാൽക്കപ്പ ഉണ്ടാക്കി നോക്കാം കേട്ടോ. അതിനു വേണ്ടി 1 കിലോ കപ്പയാണ് എടുത്തിട്ട് ചെറുതാക്കി മുറിച്ചിട്ട് ഒരു പാത്രത്തിലിട്ടിട്ടുണ്ട്. അത് നമുക്ക് നെകക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആ ടീസ്പൂൺ ഇട്ട് ഇളക്കണത് ഉപ്പിട്ടിട്ടല്ല കേട്ടോ, ഉപ്പിട്ടിട്ടില്ല. ഉപ്പ് നമ്മളൊരു 1/4 ഭാഗം വേവാകുമ്പോഴാണ് നമ്മളിതെടുത്ത് മാറ്റിയിട്ടാണ് പിന്നെ ഉപ്പിട്ട് കൊടുക്കുന്നത്. ഇനി അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഒരു 1/4 ഭാഗം വേവാകുമ്പോൾ നമുക്കിത് ഇതിൽ നിന്ന് ഈ വെള്ളം ഒഴിവാക്കാം. ആ 1/4 ഭാഗം വെന്ത ആ വെള്ളം ഉണ്ടല്ലോ, അതായത് ഈ കപ്പയുടെ കട്ടുണ്ടല്ലോ, അതൊന്ന് ഒഴിവാക്കി കൊടുക്കുക. എന്താടോ നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത്? ഒരുപാട് വ്യൂസ് ഉണ്ട് നമുക്ക്, പക്ഷെ ആരും സബ്സ്ക്രൈബ് ചെയ്യണില്ല കേട്ടോ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടുറോ. അതുപോലെ ആ ബെല്ലൈക്കണൊക്കെ ഒന്ന് അടിച്ച് പൊട്ടിച്ചോക്കിയേ. അത്ര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമൊന്നുമല്ലല്ലോ. എന്തായാലും നമുക്ക് പൂളക്കിഴങ്ങ്, ഞങ്ങളുടെ നാട്ടിൽ പൂളക്കിഴങ്ങ് എന്നാണ് കേട്ടോ പറയുക. കപ്പ എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ നല്ല തപ്പിപ്പഴമുണ്ട്. എന്തായാലും ആ വെള്ളത്തിൽ നിന്ന് അത് മാറ്റി കൊടുക്കുകയാണേ. ആ വെള്ളം ഒഴിവാക്കി ഇനി ആ പാനിലേക്ക് തന്നെ നമ്മൾ 1/4 ഭാഗം വെന്ത കപ്പ ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് നമ്മുടെ തേങ്ങയുടെ 2ാം പാൽ, ഫസ്റ്റ് പാൽ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. 2ാം പാൽ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഈ ഒരു സമയത്താണ് ഇതിൽ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി വളരെ കുറഞ്ഞൊരു അളവിൽ മതി കേട്ടോ, ചെറുതാക്കി മുറിച്ചിട്ട് ഇതിലിട്ട് കൊടുക്കുകയാണ്. ചെറിയൊരു കഷ്ണം ഇഞ്ചി, പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കാം. പാൽക്കപ്പ അങ്ങനെ എരിവൊന്നും ഇല്ലാത്തൊരു സംഭവമാണ്. ഒരു ചെറിയൊരു ഫ്ലേവർ കയറാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് പിന്നെ വേവിച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണേ, അടി പിടിക്കരുത്. കപ്പ പെട്ടെന്ന് അടി പിടിക്കുന്ന എല്ലാവർക്കും അറിയണതാണല്ലോ. നന്നായിട്ടും ആ തേങ്ങാപ്പാൽ, സെക്കൻഡ് പാൽ വറ്റി വരുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഫസ്റ്റ് പാൽ ഒഴിച്ചതിന് ശേഷം ഒരിക്കലും നന്നായിട്ട് തിള വരരുത്, ചെറുതായിട്ട് ഒരു തിള വരാൻ പാടുള്ളൂ. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. പിന്നെ ഞങ്ങളിതിപ്പോൾ ബീഫിൻ്റെ കൂടെയാണ് കഴിക്കാൻ വിചാരിക്കുന്നത്. പേഴ്സണലി എനിക്ക് ബീഫിൻ്റെ കൂടെ പാൽക്കപ്പ കഴിക്കുന്നത് ഇഷ്ടമില്ല, ചിക്കൻ കറിയുടെ കൂടെ കഴിക്കുന്നതാണ് ഇഷ്ടം. ഞാനൊരു നെയ്ച്ചോറിൻ്റെയും ചിക്കൻ കറിയുടെയും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഇവിടെ ടാഗ് ചെയ്യാം കേട്ടോ. ആ ചിക്കൻ കറി വെച്ചിട്ട് നിങ്ങളിതൊന്ന് കഴിച്ച് നോക്കൂ. അപ്പം നല്ല ടേസ്റ്റാണ് ഇവിടെ. പക്ഷേ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ ബീഫും പാൽക്കപ്പയും കഴിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു ചെറുതായിട്ടൊരു ബബിള് വരുന്ന സമയത്താണ് നമ്മളിത് അടുപ്പിൽ നിന്ന് ഇറക്കേണ്ടത്. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കുക. അതിലേക്ക് കടുകിടുക. എണ്ണ ചൂടായില്ല കേട്ടോ, വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എണ്ണ ചൂടായില്ല, അതുകൊണ്ടാണ് അത് പെട്ടെന്ന് പൊട്ടാത്തത്. ഇനിയിപ്പോൾ അടുത്തത് ചെറുതായിട്ടൊക്കെ പൊട്ടി വരുന്നുണ്ട് കേട്ടോ കടുക്. എണ്ണ നല്ല ചൂടാവാതെ ഇട്ട് കൊടുക്കേണ്ട കടുക്, അത്യാവശ്യം ചൂടായിക്കോട്ടെ. അപ്പോൾ കടുകെല്ലാം ഇവിടെ പൊട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ചെറിയ ഉള്ളി, ഉണക്കമുളക്, വേപ്പിൻ്റെ ഇല ഇതെല്ലാം ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് പാൽക്കപ്പയിൽ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ, കരിഞ്ഞു പോവരുത് കേട്ടോ. അതായത് ഒരു ലൈറ്റ്, ആ ചെറിയ ഉള്ളിയൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ ആയാൽ മതി. കരിഞ്ഞ ആകെ ടേസ്റ്റ് മാറിപ്പോവും. ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കണേ. ഇപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ കപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഈ പാൽക്കപ്പ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോ കാണുമ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ലൈക്ക്, ഷെയർ, കമൻറ്റ് ഒക്കെ ഒന്ന് ചെയ്യണേ. ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അടിച്ച് പൊട്ടിക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ബൈ.